എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയുടെ ഇടയിൽ ആ ജൈന്റ് അവൻ ബോധമില്ലാതെ അടിച്ചു വീണ് കിടക്കുകയാണ്. അവന്റെ 5-6 പല്ലുകള് അവിടെ പലയിടത്തായിട്ട് തെറിച്ച് കിടപ്പുണ്ട്. ആങ്കറിനാണെങ്കിൽ ഭയങ്കര ആവേശം. ആള് ലൂഫിക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. നമ്മുടെ ലൂസി അവന്റെ പവർ അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അത്രയും വലിയ ജൈന്റിനെ അടിച്ച് തോൽപ്പിച്ച് ലൂസി മുന്നേറുകയാണെന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ ലൂഫിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കും. ജനങ്ങൾക്കും ഇപ്പൊ ലൂസിയെ മതി. ലൂഫി ഇവിടെ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരുപാട് പേടിയാവും. അത്രയും വലിയ ജൈന്റിനെ ഒറ്റയടിക്ക് താഴെയിട്ട ലൂഫിക്ക് അവരെ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാനായിട്ട് കഴിയും. സോ എല്ലാവരും ലൂഫിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ്. ലൂഫി സ്ട്രെയിറ്റ് വന്ന് ആ ബുള്ളിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീ എന്റെ കൂടെ ഒരുപാട് നേരം ഫൈറ്റ് ഇട്ടു. ഇപ്പൊ ഞാൻ നിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. നീ ഒരല്പനേരം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് അത്രയും വലിയ ബുള്ളിനെ ലൂഫി ഒറ്റ കൈയാൽ പൊക്കിയെടുക്കും. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കും. ജനങ്ങളും അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും കണ്ണിമ വെട്ടാതെ ലൂഫിയെ തന്നെയാണ് നോക്കുക. അത്രയും ചെറിയ ഒരു നുണുങ്ങു പയ്യൻ അവനവന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു വലിയ പുള്ളിനെ ഒറ്റ കൈയാൽ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. മഹാ അത്ഭുതം. പക്ഷെ ചുന്ദരം പാരട്ടിന് ഇതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ ഇതിലും വലിയത് ചെയ്യുന്നുള്ള ഭാവത്തില് അവൻ അങ്ങനെ നിൽക്കും. റബേക്കയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. അവള് അങ്ങനെ കണ്ണുമായിട്ട് ലൂഫിയെ തന്നെ നോക്കും. ഇവിടെ ഐഡിയോ എന്ന് പേരുള്ള വേറൊരുത്തൻ അവനാണെങ്കിൽ മയങ്ങിക്കിടക്കുന്ന ആ ജൈന്റിനെ വീണ്ടും അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. അത് ആങ്കറിനും ജനങ്ങൾക്കും എല്ലാം തന്നെ ഒരു ബിഗ് സർപ്രൈസ് ആണ്. ലൂഫിയാണ് ഏറ്റവും പവർഫുൾ എന്നാണ് അവർ കരുതിയത്. പക്ഷെ ലൂഫിയെ പോലെ തന്നെ കരുത്തുള്ള മറ്റൊരാള് ഇപ്പൊ സി ബ്ലോക്കിലുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. അടികിട്ടിയ ജൈന്റ് ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് തലകുത്തി വീഴാൻ എന്ന പാകത്തോളം അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഐഡിയോയെ കാണിക്കും. അവന്റെ ഷോൾഡറിലുള്ള എന്തോ ഒരു പ്രത്യേകതരം സാധനം, അതിൽ നിന്നാണ് ഇത്രയും പവർ പുറത്തേക്ക് വരുന്നത്. ആക്ച്വലി ഈ ഒരു ഐഡിയൽ അവൻ 2 തവണ ന്യൂ വേൾഡില് ചാമ്പ്യനായ ആളാണ്. ഉടനെ ലൂസിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ലൂഫിയെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. നിനക്കറിയോ, ഞാൻ ആ ന്യൂ വേൾഡിലെ ചാമ്പ്യനാണ്. എന്നെ തോൽപ്പിക്കാൻ ഇതുവരെ ഒരാൾ പോലും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. ലൂഫി ആണെങ്കിൽ അവൻ പറയുന്നൊക്കെ കേട്ട് അടിമുടി ഒന്നവനെ സ്കാൻ ചെയ്യും. എന്നിട്ട് അങ്ങനെ സിമ്പിളായിട്ട് നിൽക്കും. ഓക്കെ, കുഴപ്പമില്ല, അടുത്തത് ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ ലൂഫിയും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കും. കട്ട് ചെയ്ത ടെസ്റോസയില് കുഞ്ഞിപ്പെണ്ണും സോറോയും അവരിപ്പോഴും നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിന് ടെൻഷനാവും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഇത്രയും വലിയൊരു മണ്ടനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അതിന് സോറോ ആണെങ്കിൽ തലയിൽ കൈവെക്കും. ഇതൊക്കെ ചെറിയ ചെറിയ തെറ്റുകളല്ലേ, ഇതിന് ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അതിനവൾ വണ്ടർ അടിച്ച്, ഇതാണോ നിന്റെ ചെറിയ തെറ്റ്? 27 തവണയാണ് നീ ഞാൻ പറഞ്ഞെന്ന വഴി മുഴുവൻ തെറ്റിച്ചത്. 33 തവണ നീ റോങ് ആയിട്ട് ഈ സ്റ്റെപ്സ് കയറി. ഒരുപാട് കഷ്ടപ്പെട്ട് നിന്റെ മോന്തയെ പിടിച്ച് വലിച്ചാണ് ഞാനിപ്പോ ഇവിടെ വരെയെങ്കിലും എത്തിയെന്ന് പറഞ്ഞ് അവളിപ്പോ ഒരുപാട് ടെൻഷനായിട്ട് നിൽക്കും. സോറോയ്ക്കാണെങ്കിൽ സോറോയുടെ ക്ഷമ നശിക്കും. അവനാണെങ്കിൽ തിരിച്ച് അവളെ കുറ്റം പറയും. നീയാണ് ഇതിനെല്ലാം കാരണക്കാരി. നീ കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നായിരുന്നെങ്കിൽ എനിക്ക് വഴി തെറ്റില്ലായിരുന്നു. അതിന് ദേഷ്യം വന്ന് കണ്ണ് കാണാതായ കുഞ്ഞിപ്പെണ്ണ് കൈ ചുരുട്ടി സോറയുടെ മുഖത്തൊരൊറ്റ ഇട്ടി. അവർക്ക് ഭയങ്കര പവർ ആയതുകൊണ്ട് തന്നെ സോറോ അവൻ എടുത്തു ചാടി അടിച്ച് താഴെ വീഴും. അവൾക്കാണെങ്കിൽ എന്നിട്ടും കലി അടങ്ങാതെ സോറോയുടെ നെഞ്ചില് അറഞ്ഞ പുറഞ്ഞ ഇടിക്കും. എനിക്കിപ്പോ തന്നെ എന്റെ ഐലാൻഡിലേക്ക് പോണം. സോറോ വേറെ വഴിയില്ലാതെ അവളെ ചുരുട്ടി കയ്യിലെടുത്ത് പറയും, നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ വേറെ ആരുടെങ്കിലും നെഞ്ചത്തേക്ക് കയറ്. നിന്നെപ്പോലെ തന്നെ എനിക്കും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് സോറോ അവളെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇപ്പൊ ചാടി എഴുന്നേറ്റ് ഓടാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തില് ഇനി എന്താ ചെയ്യേണ്ടെന്നറിയാതെ തല താഴ്ത്തി നിൽക്കും. അപ്പോഴായിരിക്കും സോറോ അപ്പം വീണ്ടും വഴി തെറ്റിച്ച് അവളുടെ അടുത്തേക്ക് തന്നെ വന്ന് നിൽക്കുക. അവളാണെങ്കിൽ ഇത്തവണ സോറോയോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തിക്ക്. അത് കണ്ട് ഇപ്പൊ സോറോയ്ക്കും മനസ്സലിഞ്ഞ് അവളെ കൂടെ കൂട്ടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രീൻ ബിറ്റിലാണെങ്കിൽ ആ ഒരു വലിയ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഉൽക്കകള് വലിച്ചെറിയും. ട്രഫാർഗറിലോ അതിൽ നിന്നല്ല ഈസി ആയിട്ട് രക്ഷപ്പെടുകയാണ്. ഫ്ലെമിംഗോ പറയും, അവൻ അറ്റാക്ക് ചെയ്ത് കൊല്ലേണ്ടത് നീയല്ല ഞാനാണെന്ന് പറഞ്ഞ് സ്ട്രിങ്സ് വെച്ച് ഇപ്പോ ട്രഫാർഗറിലോയെ അറ്റാക്ക് ചെയ്യും. ട്രഫാർഗറിലോ ബുദ്ധിപരമായി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൂരേക്ക് ചാടിപ്പോവും. ട്രഫാർഗറിലോ ആണെങ്കിൽ ആ കാട്ടിലൂടെ ചാടി ഓടി ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി വീശുകയാണ്. ഇവിടെ ഡോഫ്ലെമിംഗോയ്ക്ക് പിടികിട്ടും. ട്രഫാർഗറിലോ തിരികെ അറ്റാക്ക് ചെയ്യാനല്ല, മറിച്ച് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാനാണ്
ശ്രമിക്കുന്നതെന്ന്. ഡോഫ്ലമിംഗോ ആ ബ്ലൈൻഡ് മാന് ഇപ്പൊ സിഗ്നൽ കൊടുക്കും. അവർ ഒരു വശത്ത് നിന്നും ഡോഫ്ലമിംഗോ മറ്റൊരു വശത്ത് നിന്നും ഇപ്പോ ട്രഫാൽഗർ ലോയെ ആ കാട്ടിൽ വെച്ച് ലോക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ആ ചാമ്പ്യനും നമ്മുടെ ഹീറോയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചാമ്പ്യൻ ഫുൾ കോൺഫിഡൻസിൽ ഇപ്പൊ ഹീറോയോട് പറയും, ആ ഒരു ഡബിൾ ഫ്രൂട്ട് അതെനിക്കുള്ളതാണ്. എന്റെ മുൻപിൽ നിന്നെ പോലൊരു പയ്യന് ജയിക്കാൻ പറ്റില്ല. അതിന് ലൂഫി ആണെങ്കിൽ ഒരു കൊട്ട പുച്ഛം വാരി എറിഞ്ഞു പറയും, അതെന്റെ ഡബിൾ ഫ്രൂട്ടാണ്, അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് എനിക്ക് വന്നു ചേരണം, അത് സ്വീകരിക്കാൻ യോഗ്യനായ ഒരേ ഒരാള് അത് ഞാനാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ലൂഫി ആണെങ്കിൽ അവന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അത് പുറത്തെടുക്കാതെ ആയിരിക്കും ഫൈറ്റ് ചെയ്യുക. പക്ഷെ എങ്കിലും ലൂഫിക്ക് മനസ്സിലാവും ഈ ചാമ്പ്യൻ അവനൊരു നല്ല കോമ്പറ്റീറ്റർ ആണെന്ന്. ലൂഫി ആയിട്ട് കട്ടക്ക് നിന്ന് അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് നേരം അവര് തന്നെ ഫൈറ്റ് ചെയ്ത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കും. അതുകൊണ്ട് ആങ്കർ വിളിച്ചു പറയും, നിങ്ങളത് കാണുന്നില്ലേ, ലൂസിയും ചാമ്പ്യനും മാത്രമല്ല അവിടെ വേറെയും ഒരുപാട് പേര് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവരെ കൂടെ സപ്പോർട്ട് ചെയ്യും, അവരുടെ ഫൈറ്റും നിങ്ങൾ തന്നെ വേണം കണ്ട് ആസ്വദിക്കാൻ. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ അപ്പാപ്പൻ ആളാണെങ്കിൽ ഇപ്പൊ ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ നടുവിലേക്ക് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പവർ എന്താണെന്ന് കാണിച്ചു തരേണ്ട സമയമെന്ന് പറഞ്ഞ് ഹോക്കി പവർ ഉപയോഗിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ചുറ്റും ഉണ്ടായിരുന്ന ഒരൊറ്റ ഒരുത്തനെ പോലും കാണാനുണ്ടാവില്ല. ജനങ്ങളാണെങ്കിൽ കണ്ണു മിഴിച്ച് അത് നോക്കി നിൽക്കും. ഈ അപ്പാപ്പന് 500 മില്യൺ ബെറി ബൗണ്ടിയാണുള്ളത്. ഒരു ലെജൻഡറി മാനാണ് ഇദ്ദേഹം. ആളെല്ലാവരോടുമായിട്ട് പറയും, ഇവനിൽ കൊതിയുള്ളവര് എന്റെ മുൻപിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് ആരോടുമല്ല, ഒരേ ഒരാളോട് മാത്രമാണ്, അവനാണ് എന്റെ ഇര. ആങ്കറിനാണെങ്കിൽ ഇപ്പൊ പുതിയൊരാളെ കിട്ടി. അവനാണെങ്കിൽ വിളിച്ചു പറയും, അതാണ് അടുത്ത സ്ട്രൈക്കർ അപ്പാപ്പൻ ജിങ്കോ. ആളുടെ ഹോക്കി പവറിന് മുൻപിൽ ഇവിടെയുള്ള ആരും ഒന്നുമല്ല എന്നൊക്കെ പറയും. ഇവിടെ അപ്പാപ്പൻ അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ വീണ് കിടക്കുന്നവരുടെ ആയുധങ്ങൾ അതൊന്നൊന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഇവൻ കളക്ട് ചെയ്ത ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ചുറ്റുമുള്ളവരെ വെട്ടി താഴെയിടും. മറ്റൊരു ഭാഗത്ത് ആ ഗില്ലി, അവനൊരു ബോക്സിംഗ് ചാമ്പ്യനാണ്. അവൻ ഓരോ പഞ്ചിന് ഓരോരുത്തരെ ഇടിച്ചു താഴെയിടും. അവന്റെ ഇടി കിട്ടി കാറ്റ് പോയവരെ വീണ്ടും വീണ്ടും പിടിച്ചു വലിച്ച് അവൻ തല്ലി തല്ലി കൊല്ലുകയാണ്. അതിന് ചുറ്റുമുള്ളവർ പറയും, ഇനി അവനെ ഇടിച്ച അവൻ വായുവില് അങ്ങനെ ഇല്ലാണ്ടായി പോവും, അവന്റെ കാറ്റ് പോയി, സോ വേറെ ആരെങ്കിലും പോയി ഇടിക്ക്. അവനാണെങ്കിൽ അപ്പോഴും അവന്റെ കളി അടങ്ങില്ല. വീണ്ടും വീണ്ടും നിലത്ത് വീണ് അവനെ ചവിട്ടി കൂട്ടുകയാണ്. നീ എന്നെ കളിയാക്കുമല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നീ എന്നെ കളിയാക്കാൻ പറയും. ആക്ച്വലി ഇവരാണ് ഫങ് ബ്രദേഴ്സ്. ആ ഹൈറ്റ് കുറഞ്ഞ ബോക്സിംഗ് മാൻ യങ്ങറും ആ വൈറ്റ് ഡ്രസ് ഇട്ട ആള് അവന്റെ എൽഡർ ബ്രദറുമാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ ആ പങ് ബ്രദേഴ്സിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കും. അവർ രണ്ടുപേരും അണ്ടർവേൾഡ് ഉള്ളവരാണ്. 100 മില്യൺ ബെറീസ് ഉള്ള ഒരുപാട് പൈററ്റ്സിനെയും ലെജൻഡറി ആളുകളെയൊക്കെ അവർ കൊന്നിട്ടുണ്ട്. ആങ്കർ ആണെങ്കിൽ അവർ പവർഫുൾ ഫൈറ്റേഴ്സ് ആണെന്നൊക്കെ പറയുന്ന കറക്റ്റ് സമയത്ത് വേറൊരുത്തൻ ചാടി വന്ന് അവരെ അടിച്ചു തെറിപ്പിക്കും. അടുത്തതായിട്ട് ആ യങ്ങർ ബ്രദറിനെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ കോടാലി വീശും. അത് കണ്ട യങ്ങർ ബ്രദർ ആണെങ്കിൽ തലയൊക്കെ കുനിച്ച് നിൽക്കുകയാണ്. അവനൊരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനങ്ങളെല്ലാവരും കൂവി വിളിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയുടെ ഫൈറ്റ് കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പോഴും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇടിയുടെ ഇടയിൽ ഇപ്പൊ ലൂഫിയുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു ഹെൽമെറ്റ് അത് തെറിച്ച് ദൂരേക്ക് പോവാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ആങ്കോ ബ്രദേഴ്സ് അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ അവരെ തല്ലിയ ഒടിയൻ ഗില്ലിയെ പിടിച്ചു വലിച്ച് ഞെട്ടിക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ ടെൻഷനാവും. കാരണം അവന്റെ ഹെൽമെറ്റ് തെറിച്ചുപോയി. അവന്റെ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് ഫേസ് ഹൈഡ് ചെയ്യും. ലൂഫി തുണിയൊക്കെ തലയിൽ വാരി കെട്ടുമ്പോഴായിരിക്കും മുൻപിലായിട്ട് ആ അപ്പാപ്പൻ. ആളിപ്പോ ചുറ്റുമുള്ള എല്ലാവരും ഇടിച്ച് ആ ലൂഫി എവിടെ, എനിക്ക് വേണ്ടത് അവനെയാണെന്ന് പറഞ്ഞ് ലൂഫിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാർപ്പിന്റെ ഗ്രാൻഡ് സൺ ലൂഫി, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. ഇവിടെ ആങ്കർ ആണെങ്കിൽ മൊത്തത്തിൽ കൗണ്ട് ചെയ്യും. സി ബ്ലോക്കിൽ ഇനി ബാക്കിയുള്ളത് 40 പേരാണ്. അവസാനമായിട്ട് ഇപ്പൊ ഏറ്റവും പവർഫുൾ ആയ ആൾക്കാരെ അവരെ കാണിച്ച് ഇവരിൽ ആരായിരിക്കും ജയിക്കാൻ പോവുക എന്ന് ആങ്കർ ചോദിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.